ശ്രീ എൻ ശ്രീകുമാർ, ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കാനുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ വളരെ ആക്രമണോത്സുകമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ശബരിമല വിഷയത്തിലടക്കം കണ്ടത്. ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളെയൊക്കെ വല്ലാതെ അകറ്റി നിർത്തുകയും ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് ക്ലിക്കാകുന്നില്ല എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്, രാജീവ് ചന്ദ്രശേഖരന് ശശി തരൂരിന് ഇതുപോലെയുള്ള അത്തരത്തിലുള്ള ഒരു മുഖമുണ്ട്. അതൊരു പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മുഖമാണ്. അങ്ങനെ ഒരാൾ വരുമ്പോൾ ഈ നിലപാട് മാറി എന്നുള്ളൊരു സന്ദേശം പോലും ഒരുപക്ഷെ മുന്നോട്ട് കൊടുക്കാൻ കഴിയും. ഈ ന്യൂനപക്ഷങ്ങളെ അടക്കം ആകർഷിക്കാൻ കഴിയും, പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയും. ആ തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അതല്ലാതെ ഇതൊരു CPM ഒരു BJP ബാന്ധവത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു നടപടിയാണ്, നീക്കമാണെന്ന് താങ്കളും കരുതുന്നുണ്ടോ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ അപർണ, എനിക്ക് എക്കോ വരുന്നുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഔദ്യോഗികമായിട്ട് നാളെ പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം വരുമെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമ്പോൾ കേരളത്തിലെ BJPയുടെ ഒരു നേതാവിനെയും കേന്ദ്ര നേതൃത്വത്തിന് വിശ്വാസമില്ല എന്നാണ് ഒന്നാമത്തെ അർത്ഥം വരുന്നത്. കാരണം ഇവിടെ ഒരുപാട് നേതാക്കൾ തുല്യരായിട്ടുണ്ട്, ഒരുപാട് പേര് പ്രസിഡൻ്റാകാൻ താല്പര്യപ്പെട്ടവരുണ്ട്. പക്ഷേ അവരെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയ മുഖത്തെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള നേതാക്കളൊന്നും ഈ BJPയെ കേരളത്തിൽ നയിക്കാൻ പോരാ എന്നൊരു സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. ഇവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹം വളരെ മിടുക്കനാണ്, അക്കാഡമിഷ്യനാണ്, അതുപോലെ സാങ്കേതിക രംഗത്ത് അദ്ദേഹം പ്രബലനാണ്, വലിയൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഒരു പരിപൂർണ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താവുമല്ല. ഇടക്കാലത്ത് വെച്ച് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വന്നാൽ നമുക്ക് ഓർക്കുന്നുണ്ടാകും. രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന വന്നു. പിന്നെ അദ്ദേഹം തിരുത്തി എന്നാണ് കണ്ടത്. അങ്ങനെയാണ് തോന്നുന്ന പ്രസ്താവന. എനിക്ക് രാഷ്ട്രീയം മടുത്തു അങ്ങനെ എന്തോ ആണതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാൾ ഇവിടെ പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ കേരളത്തിലെ BJPയുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകാവുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ അവർ ദിവസവും കാണുന്നൊരു മുഖമല്ല, ഒരു പ്രായോഗിക രാഷ്ട്രീയ നേതാവിൻ്റെ മുഖമല്ല രാജീവിനുള്ളത്. അതേ വളരെ വളരെ ബഹുമാന്യതനാണ്, യാതൊരു സംശയവുമില്ല. പ്രായോഗിക രാഷ്ട്രീയം, കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ചോദ്യം വന്നതാണ്. പക്ഷെ തീരദേശ മേഖലയിൽ നടക്കം ഈ വോട്ടുകൾ ഉറപ്പിക്കാൻ, ഈ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അത്ര വലിയൊരു ശക്തമായ ക്യാമ്പയിൻ നടത്താൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചോദ്യം ആ സമയത്ത് തന്നെ അപ്രസക്തമായി പോയില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ല, നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് അല്ലല്ലോ ഒരു നേതാവിൻ്റെ തുടർന്നുള്ള സംഘടനാപരമായ നേതൃപാഠവും തീരുമാനിക്കുക. തിരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ ആരെയാണോ ജയിക്കാൻ സാധ്യത അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയാക്കുക. അതിപ്പോൾ CPM പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ഡോക്ടർ സരിനെയല്ലേ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സംഘടനാപരമായ രാഷ്ട്രീയവും രണ്ടും രണ്ടല്ലേ പറഞ്ഞ. സംഘടനാപരമായ രാഷ്ട്രീയം എന്ന് വെച്ചാൽ സംഘടനയെ ചലിപ്പിക്കണം. ആ സംഘടനയെ ചലിപ്പിക്കുക എന്ന് വെച്ചാൽ BJPയെ പോലുള്ളൊരു പ്രസ്ഥാനം എങ്ങനെയാണ് ഇവിടെ വളർന്നത്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണല്ലോ കേരളത്തിലെ BJPക്ക് കൂടുതലായിട്ടുള്ളൊരു പ്രസക്തി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിൻ്റെ ഘടകം എന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചതാണ് ഒരാകപ്പാടെ പറയുന്നൊരു കാര്യം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, നമ്മളത് പലവട്ടം ചർച്ച ചെയ്താണ്, നമ്മളത് പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സംഘടനാ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരിനെ വിജയിപ്പിച്ചത് 10-15,000 വോട്ട് എന്ന് പറയുന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വോട്ടാണ്, അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടാണ്, ലത്തീൻ കത്തോലിക്കരുടെ വോട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ മത്സ്യത്തൊഴിലാളി സംവിധാനവും തീരദേശ മേഖലയും ഒന്നും BJPക്കൊപ്പം നിന്നിട്ടില്ലെന്ന് മനസ്സിലാക്കും. നഗരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത്. അത് കഴിഞ്ഞ തവണയും കിട്ടിയിട്ടുണ്ട്, അത് എല്ലാ തവണയും BJPക്ക് ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഓ രാജഗോപാലൊക്കെ ജയിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. BJP എന്തുകൊണ്ടാണ് ചില തിരുവനന്തപുരത്തെ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സംഘടനാ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്, രണ്ടും പാരലലാണ്. കാരണം വെച്ചാൽ സംഘടനാ തലപ്പത്തുള്ള ആളെ ഒരിക്കലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കണമെന്നില്ല. ഇപ്പം നമുക്ക് കുമ്മനം രാജശേഖരൻ
കുമ്മനം രാജശേഖര അദ്ദേഹം നല്ലൊരു സംഘാടകനാണ്. ആ സംഘാടകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷികളും എടുത്തു നോക്കൂ. ഇപ്പോൾ CPM-ൻ്റെ തന്നെ അവർ CH കണാരനായാലും VS അച്യുതാനന്ദനായാലും EK നായനാരാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ അവർ വളർന്നൊരു സംഘടനാ തലപ്പത്തൂടെ വന്നവരാണ്. അപ്പുറത്ത് നോക്കൂ, K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെ. നേരെ മറിച്ച് ശശി തരൂരിന് AICC പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയില്ലല്ലോ. അത് കാരണം എന്താ? സംഘടനാ രംഗത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഘടനാ രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം അക്കാഡമീഷ്യനാണ്. ഇവിടെ കേരളത്തിലെ പ്രാദേശിക BJPയുടെ ഘടകങ്ങളിലുള്ള പ്രശ്നങ്ങളും അവർക്കിടയിലെ പ്രശ്നങ്ങളും നേതാക്കൾക്കിടയിലെ അവസരങ്ങളും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ മാറില്ല. പിന്നെ കേരളത്തിലെ BJPക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊരു BJP നേതാവിൻ്റെ പ്രസിഡന്റാക്കാൻ പറ്റാതിരുന്നത് എന്നതിന് നാളെ പാർട്ടി ഉത്തരം പറയേണ്ടി വരും. കാരണം K സുരേന്ദ്രൻ 5 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ കേരളത്തിൽ നിന്ന് ഒരാൾ വേണ്ട എന്നാണോ തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് നേതാക്കൾ ഇവിടെ എന്തിനാണെന്നുള്ള ചോദ്യം വരികയല്ലേ. അപ്പോൾ ഇവിടെ BJPക്കാർ എപ്പോഴും പറയാറുണ്ട് അവർ വളരെ ജനാധിപത്യപരമായ രീതി. ഇതാണോ ജനാധിപത്യം? അവരുടെ കോർ കമ്മിറ്റിയുടെ യോഗം ചേരുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പ്രതിനിധി വന്നിട്ട് പറയുകയാണ് ഇദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്ന്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ മാധ്യമ വാർത്ത കൊണ്ട് പറയുകയാണ് ഇദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ നാളെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. അതിനിടയ്ക്ക് ഒരാൾക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അതാണോ ജനാധിപത്യം? നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട് ഒരു സംസ്ഥാനത്തേക്ക് ഒരു കേന്ദ്ര തലത്തിലുള്ള ഒരു അക്കാഡമിഷ്യനെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം, തെറ്റൊന്നുമില്ല. ഇവിടെ പ്രസിഡന്റായിട്ട് അവരോധിക്കുകയാണ്. അങ്ങനെ അവരോധിക്കുമ്പം നമ്മുടെ സാധാരണ രാഷ്ട്രീയം കണ്ടുപിടിച്ചിട്ടുള്ള വാർഡ് തല രാഷ്ട്രീയം, മണ്ഡലം രാഷ്ട്രീയം, BJPയുടെ ജില്ലാ തലത്തിലെ സിറ്റി പ്രസിഡന്റ്, റൂറൽ പ്രസിഡന്റ്, അങ്ങനെയുള്ള രാഷ്ട്രീയം, ഇതൊക്കെ കണ്ടുവളർന്ന പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ള ഒരു അക്കാഡമിഷ്യൻ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അന്തരമുണ്ട്. അതായത് സാധാരണ പ്രവർത്തകർക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒരു രീതിയാകുമോ എന്നൊരു സംശയമുണ്ട്. നേരെ മറിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അപർണ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തമാണ്. ഞാൻ തന്നെ പറയാറുണ്ട്, കോൺഗ്രസിലെ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന കാലത്താണ് കോൺഗ്രസ് ഏറ്റവും നല്ല സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ചത്. കാരണം 2 ഗ്രൂപ്പും ശക്തമായിട്ട് മുന്നേറാൻ ശ്രമിക്കും. നേരെ മറിച്ച് ഗ്രൂപ്പില്ലെങ്കിലോ എല്ലാവരും അവനവനിസത്തിലേക്ക് മാറും. ഇനിയിപ്പോൾ കേരളത്തിലെ BJPയിലും ഏതാണ്ട് ആ രീതിയിലേക്ക് മാറും. ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ മാറിയേക്കാം. കാരണം കേരളത്തിലെ BJP എന്ന് പറയുന്നത് LDFനെയോ UDFനെയോ പോലെ സ്വന്തമായി ഒരു മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഭരണതലത്തിൽ പ്രസക്തമായ ഒരു പാർട്ടിയോ അല്ല. അതിനൊക്കെ ഇനി കാലം എടുക്കുമായിരിക്കും. BJP സഹയാത്രികൻ ശ്രീ ബിജു നായർ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ ബിജു നായർ, കേന്ദ്ര